ஒவ்வொரு துறையை சேர்ந்த வல்லுநர்கள் இருக்கிறாங்க. ஒருத்தரும் ஒரு 20-30 வருஷம் இந்த വ്യവസായ തുറയിലെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മധുരയിലാണ്. മധുരയിലെ കർഷകരുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ പ്രോഗ്രാമിനായിട്ട് വന്നതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് തമിഴ്നാട് നമ്മുടെ അഗ്രികൾച്ചറിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കാറുണ്ട്. അത് ഒന്നുകൊണ്ട് മാത്രമാണ്, എന്ത് ഒരു ചേഞ്ച് നമുക്ക് അഗ്രികൾച്ചർ വന്നാലും അത് പഠിക്കാനായിട്ട് തമിഴ്നാട്ടിലെ കർഷകർ മുതിരാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു പ്രോഗ്രാമിനായിട്ട് ഇന്നിവിടെ വന്നത്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സോയിൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നൊരു വലിയ പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്. അത് സാറ്റലൈറ്റ് ഉപയോഗിച്ച് സോയിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്. അത് 30 FPOകളുടെ ഒരു കൺസോർഷ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. 30 FPOകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 30,000-ഓളം കർഷകരാണ് ആ കൂട്ടത്തിൽ വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ ഒരു പ്രോഗ്രാമിൽ തന്നെ ഇത്രയധികം കർഷകരെ കോർത്തിണക്കുന്ന രീതിയിലാണ് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും തമിഴ്നാട്ടിൽ നടക്കുന്നത്. ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള മേഴ്സി ജയറാമാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകളും തമ്മിലുള്ള ഒരു കൺസോർഷ്യമാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. മണ്ണ് പരിശോധിക്കാനായിട്ട് ഇനി നമ്മൾ മണ്ണ് കൊണ്ട് യാതൊരുവിധ ലാബിലോ കാര്യങ്ങളിലോ ഒരിടത്തും പോകണ്ട. മണ്ണ് പരിശോധനയ്ക്ക് മണ്ണ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാറ്റലൈറ്റ്, ലോകത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിട്ടുള്ള സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് നമ്മുടെ മൊബൈലിൽ ഉപയോഗിച്ച് നമ്മുടെ മണ്ണ് ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ടെക്നോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്ത് ഈ 3 രാജ്യങ്ങളിലാണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത്: അമേരിക്ക, ചൈന, ഇന്ത്യ. ഈ 3 രാജ്യങ്ങളിലാണ് ഈ ടെക്നോളജി നിലവിലുള്ളത്. ഈ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൃഷിയിൽ ഏറ്റവും വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. കാരണം നമ്മൾക്ക് സോയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വളം ഇടുന്നതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി. അതായത് നമുക്ക് എത്രത്തോളം വളത്തിൻ്റെ ഇൻപുട്ട് കോസ്റ്റ്, കെമിക്കൽ വളങ്ങളുടെ കോസ്റ്റ് കുറക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കാനും എന്നാൽ ഈൽഡ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും മണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുമായിട്ട് ഈ ടെക്നോളജി സഹായിക്കും എന്നുള്ള ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തി തമിഴ്നാട്ടിലെ കർഷകരുടെ ഇൻകം 3 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ കൺസോർഷ്യം ഉദ്ദേശിക്കുന്നത്. ഫോർട്ടിഫൈഡ് അഗ്രോ പ്രൊഡ്യൂസർ കോൺഫെഡറേഷൻ എന്ന പേരിലാണ് ഈ ഒരു ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത്. ഇത് 30 FPOകളുടെ സെലക്ടഡ് മെമ്പേഴ്സ് ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ഫോറം അവർ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തത്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മധുരൈ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള മേഴ്സി ജയറാണിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിനകത്ത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ FPOകളുടെ CEOമാരും അതിൻ്റെ ഡയറക്ടർമാരും എല്ലാവരും പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു ഇത്. കാരണം അഗ്രികൾച്ചറിൽ ഏറ്റവും വിപ്ലവാത്മകരമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് പോകുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് അവിടെ നടന്നത്. അപ്പോൾ നമ്മളുടെ നാട്ടിലെ FPOകളും നമ്മുടെ നാട്ടിലെ കർഷകരും ഒക്കെ ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുവാനായിട്ട് പരിശ്രമിക്കേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.